ഹലോ, ഇന്ന് നമുക്ക് പാലക്കാടൻ ഇഞ്ചിപ്പുളി വെച്ച് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇഞ്ചി ചെറുതായിട്ട് കുഞ്ഞാന്ന് ആദ്യം അരിയുക. എന്നിട്ട് നമ്മുടെ ഒരു മൺപാത്രം എടുത്തിരിക്കുകയാണ്. മൺപാത്രത്തിൽ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം ആവശ്യത്തിലധികം നമ്മൾ എന്ത് ചെയ്യുക, വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക, പച്ചമുളക് അതും ചെറുതായി അരിഞ്ഞത് ഇടാം. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം, ഇളക്കിക്കൊണ്ടിരിക്കുക. ദെൻ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി അതും അതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. ഇനി പോരാന്ന് തോന്നുന്നു, നമുക്കിപ്പോൾ വെളിച്ചെണ്ണ പോരാ എന്ന് തോന്നിയാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അതിലൊഴിക്കാം. അത്യാവശ്യം നല്ലോണം തന്നെ വെളിച്ചെണ്ണ ആവശ്യമാണ്. ലാസ്റ്റ് നമ്മൾ അതിൽ ഇട്ടിട്ട് നന്നായി അതിനെന്ത് ചെയ്യുക, ഇഞ്ചീനെ നല്ലോണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല സ്ലിമ്മിലായിട്ട് വെച്ചാൽ മതി. സ്ലിമ്മിൽ വെച്ചുകൊണ്ട് തന്നെ അതിനെ ഇളക്കുന്ന സമയത്ത് അപ്പം തന്നെ നമുക്കൊരു മണം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒരു ഇഞ്ചിയുടെ നല്ലൊരു മണം നമുക്ക് കിട്ടുന്നതായിരിക്കും. ആവശ്യത്തിന് നല്ലോണം നമ്മൾ സ്ലിമ്മിലാക്കിക്കൊണ്ട് തന്നെ അതിന് നല്ലോണം നമ്മൾ എന്ത് ചെയ്യുക, ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പുളിവെള്ളം, നമ്മുടെ പുളിവെള്ളം തന്നെ അതിലേക്ക് ഒഴിക്കാം. പാലക്കാടൻ പുളി ഉണ്ടല്ലോ, ആ പുളി എടുത്തിട്ട് ആ പുളിവെള്ളം നന്നായി ഒഴിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ മുളക് പൊടി അത് ഒഴിച്ചതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി ആ രണ്ടിടുക. പിന്നെ കൂടാണ്ട് മഞ്ഞൾപ്പൊടി 3 പൊടികൾ ഇട്ടിട്ട് പിന്നീട് നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലോണം നമ്മളെ ഇളക്കുക. ദെൻ പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് പുളി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പുളിവെള്ളം ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതിൽ ചേർക്കാം. ഇനി നമുക്ക് അതിനെന്ത് ചെയ്യുക, അതിനെ നന്നായിട്ട് ചൂടാക്കിയിട്ട് മൂടി വയ്ക്കാം. കുറേ കഴിഞ്ഞ് നമ്മൾ അത് തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു മണം, ഇഞ്ചിപ്പുളിയുടെ നല്ലൊരു മണം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇഞ്ചിപ്പുളി തയ്യാറായിട്ടുണ്ട്. ഇതാണ് പാലക്കാടൻ ഇഞ്ചിപ്പുളി. നമ്മൾ അത്യാവശ്യം എന്ത് ചെയ്യുക, മൂടി വയ്ക്കുക. ഒരുപാട് ശേഷം പിന്നെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, വെല്ലം ഇട്ടിട്ട് അതിലിട്ടിട്ട് പിന്നെ മൂടി വയ്ക്കുക. മൂടി വെച്ചാൽ ഇഞ്ചിപ്പുളി തയ്യാർ.